മൂന്നാമത്തെ പ്രദോഷത്തോടെ ഏപ്രിൽ 12-ാം തീയതിയായിരുന്നു എൻ്റെ വിവാഹം. എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ ജോലിക്ക് കിട്ടി, 2 ആഴ്ചയായി ജോലിക്ക് കയറിയതേ ഉള്ളൂ. ഉള്ള കല്യാണമായി, ക്യാൻസർ ഇല്ല എന്ന് തെളിയുകയും ചെയ്തു. ദദാതി സർവ നമാമി ദാനപ്രിയമിഷ്ടദേവം നമാമി സോമേശ്വരം സ്വതന്ത്രം ഉമാപതിം തം വിജയം നമാമി നമാമി വിഘ്നേശ്വരനന്ദിനാഥം. ഒരു വിഗ്രഹത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഈശ്വരനെ. ഈശ്വരൻ ആരാ? ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സത്ത. ക്ഷേത്രം എന്നത് ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്രായ എന്നായില്ലേ? നാശത്തിൽ നിന്ന് മാനവകുലത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഊർജ കേന്ദ്രങ്ങൾ മാത്രമായ എന്ത് ക്ഷേത്രം. നമ്മള് സപ്താഹം കേൾക്കാൻ പോകുമായിരിക്കും അല്ലേ? അവിടെ ചെല്ലുമ്പോ എന്താ പറയുന്നത്? സപ്താഹം കേൾക്കുവാൻ പോയപ്പോൾ സത്യസ്വരൂപന്റെ വിഗ്രഹം കണ്ടു. 7 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാന് സച്ചിദാനന്ദ സ്വരൂപം കണ്ടു. അതായത് ഓരോ ദിവസവും സപ്താഹത്തിന് പോയപ്പോ വിഗ്രഹത്തിലൂടെ കണ്ടു. അങ്ങനെ കണ്ട് 8-ാം ദിവസം മുതൽ വിഗ്രഹത്തിൽ കണ്ട ചരിത്രത്തെ എവിടെ കാണാൻ പഠിച്ചു? തന്റെ ഉള്ളിൽ കാണാൻ പഠിച്ചു. അങ്ങനെ തന്റെ ഉള്ളിൽ തന്നെയാണ് ബ്രഹ്മം, ഞാൻ തന്നെയാണ് ശിവൻ, ഞാൻ തന്നെയാണ് സർവവും, ഞാൻ തന്നെയാണ് ഊർജം, ഞാൻ തന്നെയാണ് സകലമെന്ന ഓർമ്മ, ആ ബോധം തന്നെ ഉദിക്കുമ്പോ തനിക്ക് പിന്നെ ഒരാളെ തേടി പോകേണ്ട ആവശ്യമില്ല, ഈശ്വരനെ പോലും. അങ്ങനെ ആയിത്തീരുന്നവളാ ആര്? മാതാ മൃഗാനന്ദമയി, വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ശങ്കരാചാര്യ സ്വാമികള്, ഭഗവത് പാദര്, സത്യസായി ബാബ. അവര് ഉപാസിച്ച് തന്റെ ഉള്ളിൽ തന്നെയാണ് ബ്രഹ്മം കുടികൊള്ളുന്ന ബോധത്തിൽ അവർ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ തന്നെയാണ് ബ്രഹ്മം എന്ന ബോധം ഉറയ്ക്കുമ്പോ, നിങ്ങളുടെ ആ എനർജി ഉണ്ടാകുമ്പോ പിന്നെ നിങ്ങൾ പോകുന്നിടത്ത് പോലും ഒരു എനർജി ഉണ്ടാകും. നിങ്ങളൊരു കടയിൽ പോയാൽ ഒരു ആളും കയറാത്ത കടയാണെങ്കിൽ കൂടി നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവിടെ നിങ്ങളുടെ എനർജി കൊണ്ട് അവിടെ 10 പേര് വരും. എൻ്റെ പേര് മധുപുരേന്നാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറിനാണ് എൻ്റെ വീട്. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് എനിക്കൊരു GST ഒരു 65 ലക്ഷം രൂപ GST അടയ്ക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം റെഡിയാക്കിയിട്ട് എൻ്റെ മാനേജറെ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ വേണം. അത്ര വലിയ ബിസിനസ്സുകാരാണെങ്കിലും ചില സമയത്ത് പൈസയ്ക്ക് കുറേ ടൈറ്റ് വരും. അങ്ങനെ ഞാൻ മെളിഞ്ഞത് കിടന്നിട്ട് ഈ ഭഗവാനെ ഒരുപാട് ഉള്ളരിഞ്ഞ് ഇങ്ങനെ കിടന്ന് വിളിച്ചു ഭഗവാനെ. അങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് എന്നോട് എങ്ങനെയിരിക്കുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 5 ലക്ഷം രൂപ വേണം. അന്നേരം പുള്ളി എന്നോട് ചോദിച്ചു, നീ കിഡ്നി തരുമോ അതോ പ്രമാണം എഴുതി തരുമോ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണേ തരാം. നീ എൻ്റെ അക്കൗണ്ട് നമ്പർ തരാൻ പറഞ്ഞു. നീ പൊക്കോ ഞാൻ നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് 5 മണിയായപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വന്നു. ഇതൊക്കെ ഈ ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എനിക്ക് നടന്നു വരാൻ പറ്റുന്ന അത്രയും നാള്, അല്ലെങ്കിൽ കാർ ഓടിച്ച് വരാൻ പറ്റുന്ന അത്രയും നാള് ഞാനിവിടെ വരും. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതായിരുന്നു, കിഡ്നിക്ക് അസുഖമായിരുന്നു. അത് മരുന്ന് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ നിർത്താൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയും വ്യത്യാസമുണ്ട്. എനിക്ക് നടക്കാൻ പോലും വയ്യാതെ ഇവിടെ വന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് ഈ മോളെ കല്യാണം ഉറക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ കല്യാണം ഉറച്ച ഒരാൾ വന്നു, കല്യാണം ഉറച്ച് അടുത്ത മാസത്തിൽ കല്യാണം. ഭഗവാനോട് നന്ദി പറയണം, തിരുമേനിയോട് നന്ദി പറയണം. എനിക്കാവുന്ന കാലം എത്രയും വരണം എന്നൊരാഗ്രഹമുണ്ട്. എൻ്റെ പേര് യമുനി എന്നാണ്. ആര്യനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ വന്നത് എൻ്റെ മക്കളുടെ കാര്യത്തിനാണ്. 2 ആൺമക്കളാണ്. ഒരാളിന് 31 വയസ്സും ഒരാളിന് 23 വയസ്സുമായി. പക്ഷേ വീട്ടിലൊരു സഹകരണ മനോഭാവമോ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊണ്ടൊക്കെ. അങ്ങനെ 2 വർഷത്തോളം പിണങ്ങിയിരുന്നു, മൂത്ത മോനും ഇളയ മോനും കൂടെ. എനിക്ക് അത് മാത്രം മതിയായിരുന്നു, ഇവര് 2 പേരും എങ്ങനെയെങ്കിലും ഒന്നിക്കണം എന്നുള്ളത്. അത് ഒന്നിച്ചു. ഇവിടെ പ്രദോഷം കഴിഞ്ഞു വീട്ടിൽ പോയതിന്റെ പിറ്റേ ദിവസം 2 പേരും നല്ല രീതിയിൽ സ്വരുമിച്ച് ഐക്യതയായിട്ട് പോവാൻ ഉള്ള ഒരു അവസരം ഭഗവാൻ ഒരുക്കി തന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ ആറന്മുളയിൽ നിന്ന് വരിക. ഞാനിപ്പോൾ 2ാമത്തെ പ്രദോഷം. എനിക്ക് നേരത്തെ 2024 ബ്ലാഡർ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 വർഷവും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ മാർച്ച് 5-ാം തീയതി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ ബ്ലാഡറിനകത്ത് വീണ്ടും ക്യാൻസർ വീണ്ടും വരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഭഗവാനോടെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പ്രദോഷം കൂടി. അതിനിടയ്ക്ക് എനിക്ക് ഓപ്പറേഷൻ നടത്തി. ബയോപ്സിയുടെ റിപ്പോർട്ട് 16-ാം തീയതി വന്നു, ഈ ഏപ്രിൽ 16. ഇപ്പോൾ ക്യാൻസർ ഇല്ല, എൻ്റെ ബ്ലാഡറിനകത്ത് ക്യാൻസർ ഇല്ല എന്ന് തെളിയുകയും ചെയ്തു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം
റിപ്പോർട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ കോഴഞ്ചേരി എല്ലന്തൂർ എന്നുള്ള സ്ഥലത്ത് വന്നാണ് വരുന്നത്. എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ ജോലിക്ക് കിട്ടി 2 ആഴ്ചയായി. ജോലിക്ക് കയറിയതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ഭഗവാന് വേണ്ടുന്നൊക്കെ പിന്നീട് ചെയ്യാം. എൻ്റെ പേര് സ്മിത, സ്ഥലം മെതുകുമേല്. 1ാമത്തെ പ്രദോഷത്തോടെ വിവാഹത്തിന്റെ ആലോചന വന്നു. 2ാമത്തെ പ്രദോഷത്തോടെ വിവാഹ നിശ്ചയമായി. 3ാമത്തെ പ്രദോഷത്തോടെ ഏപ്രിൽ 12-ാം തീയതിയായിരുന്നു എൻ്റെ വിവാഹം. വിവാഹം കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. എല്ലാം ഭഗവാന്റെ അടുത്ത് വന്നതിനുള്ള അനുഗ്രഹവും. നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തില് നടന്നു വരുന്നത് പ്രദോഷമാണ്. എല്ലാ മലയാള മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ പ്രദോഷമാണ് നമ്മൾ ഇടമലക്കാവിന്റെ പുണ്യഭൂമിയിൽ ആചരിച്ചു പോരുന്നത്. പ്രദോഷം എന്നാണല്ലേ. ദോഷമെന്ന് വെച്ചാൽ ദുഃഖം എന്നാണ് അർത്ഥം. എല്ലാ ദോഷത്തെയും ഉന്മൂലനം ചെയ്യുന്നതെന്തോ അതാണ് പ്രദോഷം. എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്ന സന്ധ്യ അത്രേ പ്രദോഷ സന്ധ്യ. പ്രദോഷത്തിന്റെ മഹാത്മ്യം ശിവപുരാണത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം പ്രദോഷിതം വ്രതം. അതായത് മനുഷ്യജീവിതത്തിൽ അലയടിക്കുന്ന സമസ്ത ദുഃഖങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന സന്ധ്യയാണ് പ്രദോഷ സന്ധ്യ. ഭഗവാൻ കൈലാസത്തിൽ നടരാജനായി താണ്ഡവമാടുന്ന സമയമാണ് പ്രദോഷ സമയം. ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ് ഭഗവാൻ. നാശരഹിതൻ, സർവജ്ഞൻ. ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവാണ് പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്. 1 മാസം 2 പ്രദോഷമുണ്ട്. എല്ലാ വെളുത്ത പക്ഷത്തിലും എല്ലാ കറുത്ത പക്ഷത്തിലും. എല്ലാ വെളുത്തവാവും കറുത്തവാവും കഴിഞ്ഞു വരുന്ന 13ാമത്തെ ദിവസം ത്രയോദശി തിഥിയ. ഈ തിഥിക്ക് ഏറ്റവും കൂടുതൽ ബലം അസ്തമയ സമയത്താണ്. അതായത് അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പും 1.5 മണിക്കൂർ ശേഷവും ഈ ത്രയോദശി തിഥിക്ക് വളരെ പവർ കൂടുതലായിരിക്കും. ഭഗവാൻ പാർവതി സമേതനായി ഏറ്റവും പ്രസന്നനായിരിക്കുന്ന സന്ധ്യ അത്രേ പ്രദോഷ സന്ധ്യ. അപ്പോൾ പ്രദോഷ പൂജ ചെയ്താൽ, പ്രദോഷം കണ്ടു തൊഴുതാൽ കിട്ടുന്ന ഗുണം സർവ്വദേവതാപ്രീതിക്ക് പാത്രീഭവിക്കുവാൻ പ്രദോഷം കൊണ്ട് സാധിക്കും. അപ്പോൾ പാർവതി സമേതനായ മഹാദേവന്റെയും 33 കോടി ദേവന്മാരുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ കഴിയുന്ന വ്രതം പ്രദോഷം മാത്രമാണ്. ശിവരാത്രി നോറ്റാൽ മഹാദേവന്റെ അനുഗ്രഹങ്ങൾക്ക് മാത്രമേ പാത്രീഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഷഷ്ടി നോറ്റാല് സ്കന്ദന്റെയും, ഏകാദശി നോറ്റാൽ ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹങ്ങൾക്ക് മാത്രമേ പാത്രീഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സർവ്വദേവതാപ്രീതിക്ക് പാത്രീഭവിക്കുവാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠവും പറയുന്നുണ്ട് ശൂരാണത്തില്, ജന്മജന്മാന്തര പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ദുരിതങ്ങളെ പോലും കഴുകിക്കളയുന്ന അത്ര ശ്രേഷ്ഠമാണ് പ്രദോഷമെന്ന്. എങ്ങനെയാണോ കൊട്ടാരക്കര ഗണപതി ഉണ്ണിയപ്പം കൊണ്ട് പേര് കേട്ടത്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി പാൽപായസം കൊണ്ട് പേര് കേട്ടത്, പ്രദോഷം കൊണ്ട് പേര് കേട്ടു ഇടമലക്കാവ്. പ്രദോഷത്തിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന ഇടമായിട്ട് ഇടമലക്കാവ് മാറി. സ്വാമിയെ തേടിയെത്തുന്ന അപാലവൃന്ദം ഭക്തജനങ്ങളെയും രക്ഷിച്ചനുഗ്രഹിച്ച് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറ്റുന്ന ആശ്രിത വത്സലനായ അർദ്ധനാരീശ്വര സ്വാമി. പ്രദോഷത്തിന്റെ ചടങ്ങ് ചെയ്ത് ആ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്തോ അതനുസരിച്ച് വേണം പ്രദോഷം കഴിച്ച് മുന്നോട്ട് പോകുവാന്. എന്റെ നമ്പർ താഴെ പറയാം. എന്റെ നമ്പർ 8921118559. വാക്കുകളെ അക്ഷരമല്ലുകളായി അർദ്ധനാരീശ്വര സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശിവത്വത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശിവോകം ശിവോകം എന്റെ ശിവനെ. ഭക്തർക്ക് അനുഗ്രഹം ചെരിയുന്ന ഇടമനക്കാവ് അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാഴി ആറാട്ടുപുഴയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര വഴി ഇവിടേക്ക് എത്തിച്ചേരാം. വടക്കൻ ജില്ലയിലുള്ളവർക്ക് ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ കൊട്ടാരക്കരയിലെത്തി അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. കൊട്ടാരക്കര നിന്നും ക്ഷേത്രത്തിലേക്ക് 15 കിലോമീറ്ററാണ് ദൂരം. വിജയം നമാമി നമാമി വിഘ്നേശ്വരൻ.